എന്തൊക്കെയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. LDFനെയും BJPനെയും മലർത്തിയടിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിനെ വരെ എടാ പോടാന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. ചാനൽ ചർച്ചകളിൽ തീപ്പൊരിയാവുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? വീടിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങണില്ല. യെസ്, പാലക്കാട് MLAയുടെ സംസാരശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു ഗൈസ്. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണുവാനൻ ആത്മാവു തേങ്ങുന്നല്ലോ. ഞങ്ങൾക്ക് നല്ല നിലപാടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. നല്ല നിലപാട്. സ്റ്റാൻഡേർഡ് കുറച്ച് കൂടിയിട്ടാണോന്ന് അറിയില്ല. നിങ്ങളുടെ MLA കാരണം പരാതി പറഞ്ഞ് രംഗത്ത് വരുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിന് കയ്യും കണക്കില്ല കേട്ടോ. 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചത് മുതൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നത് വരെയുള്ള ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് പറഞ്ഞു പിടിച്ചു നിൽക്കുമല്ലയ്യ? അത് ശരി, ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സ്കൂളിൽ പഠിക്കുമ്പം ഒരു ബന്ധം, അത് കഴിഞ്ഞിട്ട് കോളേജിൽ പോകുമ്പം വേറൊരു ബന്ധം, അത് കഴിഞ്ഞിട്ട് തൊഴിൽ അന്വേഷിച്ച് നടക്കുമ്പോഴത്തേക്കിന് ഇതൊന്നും അല്ലാത്ത ഒരു ബന്ധം, അത് കഴിഞ്ഞ് പിന്നീട് ഒരു സൗഹൃദം. ഇതൊന്നും അല്ലാത്ത ഒരാളെ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു. പാവം ഞങ്ങളുടെ സതീശേട്ടൻ. താഴത്ത് വെച്ചാ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാ പേനിരിക്കുന്നു പറഞ്ഞിട്ടല്ലേ നിങ്ങൾ കൊണ്ടാടുന്നത്. എന്നിട്ട് പുറത്ത് നോക്കാൻ പറ്റാത്ത ഗതിയാക്കിയില്ലേ മൂപ്പരെ. ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഞാൻ കാരണം തലകുനിച്ച് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. തലകുനിക്ക് തലയിൽ മുണ്ടിട്ട് അടക്കേണ്ട അവസ്ഥയായി എന്നാണ് ഇപ്പൊ പാർട്ടിക്കാരെന്നെ പറയുന്നത്. കേരളത്തിന്റെ ഒരറ്റം തൊട്ട് മറ്റേറ്റം വരെ സ്ത്രീകളോട് സ്നേഹം വേണോ എന്ന് ചോദിച്ചറിഞ്ഞ ന്യായീകരിക്കാൻ ഈ ക്യാപ്സ്യൂളൊന്നും പോരാണ്ട് വരുള്ളൂ. രാഹുലേട്ടായി നമ്മുടെ പാലക്കാട് വെച്ച് നടക്കുന്ന ശാസ്ത്രമേളയിലൊന്നും പങ്കെടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ വന്ന് ഈ 14,000 കുട്ടികളുടെ ഇടയിലൊക്കെ മിങ്കിൾ ചെയ്ത് പോകുമ്പോ എന്താ ഉണ്ടാവണമെന്ന് പറയാനും പറ്റില്ല. കോഴി ചിങ്കാര പൂങ്കോഴി പുറത്തു വന്ന വിവരങ്ങൾ വെച്ചിട്ട് കോഴിത്തരം എന്നുള്ള വാക്കുകൊണ്ട് നമ്മുടെ MLAയുടെ ലീലാവിലാസങ്ങളെ കാണാൻ പറ്റില്ല എന്നുള്ള ബോധ്യം കൂടെയുള്ളവർക്ക് തന്നെയുണ്ട്. സോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചതിന് പിന്നാലെ കോൺഗ്രസ് അടുത്ത തീരുമാനം എടുക്കുന്നു. അതെ, കോൺഗ്രസിന്റെ ആ പ്രാഥമിക അംഗത്തുണ്ടല്ലോ, അതിങ്ങോട്ട് തന്നേക്ക് മോനൂസ്. കോൺഗ്രസ് പാർട്ടി നേതൃത്വം ആലോചിച്ച് സമചിത്തതയോടെ ആലോചിച്ച് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ അഭിപ്രായത്തിൽ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുക എന്ന തീരുമാനം. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞങ്ങൾ ഈ നടപടിയെടുത്തത്. ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും ബന്ധമുള്ള. ആ തൊണ്ടയിടർന്നത് കേൾക്കുന്നില്ലേ നിങ്ങൾ? കരയല്ലേ സതീശേട്ടാ, കരയല്ലേ? നിങ്ങൾ അച്ഛനെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി രാഹുലിനെതിരെ നേരിട്ട് വന്ന് പരാതി നൽകിയിട്ടും നിങ്ങൾ രാഹുലിനെ സംരക്ഷിച്ചെന്നല്ലേ അനുഭവിച്ച? താഴെ വെച്ചാൽ ചെറിയ ചെറിയ ഉറുമ്പായിരിക്കും, തലയിൽ വെച്ചാൽ ചെറിയ ചെറിയ പേനായിരിക്കും. അങ്ങനെയല്ലേ നീ എന്നെ കൊണ്ടു നടന്നത്? ഒരാൾക്ക് പല കാലഘട്ടത്തിൽ പല ബന്ധങ്ങളാകാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് അതൊക്കെ നമ്മുടെ ഓരോ വികാരങ്ങളാണ്. അജയേട്ടന് എത്ര പ്രേമം ഉണ്ടായിരുന്നു? ഈടെ പ്രേമം എന്ന് പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയ ഒന്നിലും നമ്മളെ ഒന്നും പെടില്ലല്ലോ അല്ലെ. ഏതെങ്കിലും ഒരുത്തി തലയെ തൂങ്ങുമെന്ന ഘട്ടം വന്നു കഴിഞ്ഞാൽ അപ്പൊ ചാടിക്കളയും. പിന്നെ വേറൊന്ന്, ഇവിടെ ഈ പൂമ്പാറ്റ പല പല പൂക്കളിലിരുന്ന് തേൻ കുടിക്കുന്ന കണ്ടിട്ടില്ല? തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, അങ്ങനെ പറന്നൊരു പൂമ്പാറ്റ ജീവിതം. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിഞ്ഞപ്പോ തന്നെ കാണാണ്ടായ വേറൊരാളുണ്ട്, ഷാഫി പറമ്പില്. കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിഞ്ഞതും മൂപ്പര് അപ്പനെ ബീഹാർക്ക് വണ്ടി കയറി. മകനെ മടങ്ങി വരുമെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്ത് നിർബന്ധിച്ച് വിളിച്ചിട്ടല്ലേ പിന്നെ മൂപ്പര് ഇവിടെ കാലുകുത്തിയത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ആണോ? താങ്കൾക്ക് അത്ര വ്യക്തിബന്ധമുള്ള ഒരു അവിടെ സൈലന്റ് മോഡ് ഓൺ ആയിരിക്കുന്നു. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് മുതല് കോൺഗ്രസിന്റെ ഓരോ പ്രവർത്തകന്റെയും വായ അടപ്പിക്കണമെന്നുണ്ടെങ്കിലേ രാഹുലേട്ടായി ഒരു കില്ലാടിയല്ലേ. ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റ് പറഞ്ഞതിന്റെ മേലെ കൂടുതലൊന്നും പറയേണ്ടതായിട്ടില്ല. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് എല്ലാ തീരുമാനങ്ങളും കൃത്യമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയേണ്ടതായിട്ടുണ്ടെന്ന് കരുതുന്നില്ല. ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഒരാൾ തന്നെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കല്ലേ? ചോദ്യത്തിന് ഉത്തരം പല പ്രാവശ്യം കൃത്യമായിട്ടും നിങ്ങൾ തന്നെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് അവരുടെ ഇരട്ടത്താപ്പാണെന്നാണ് രാഷ്ട്രീയ ആരോപണം വരുന്നത്. പാർട്ടിക്കകത്തെ കാര്യങ്ങൾ പാർട്ടി തീരുമാനിച്ചോട്ടെ. പക്ഷെ ഇതൊക്കെ കണ്ട് ഞെട്ടിത്തെറിച്ച് കിളിപോയിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. പാലക്കാട്ടുകാരെ അവരിനി എന്തുട്ടാ ചെയ്യേണ്ടതെന്നും കൂടെ പാർട്ടി നേതൃത്വം ഒന്ന് പറഞ്ഞു തന്നിട്ടെങ്കിൽ വലിയ ഉപകാരം.